എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് പരിചയപ്പെടാം ലോകത്തിലെ പ്രശസ്ത കന്നുകാലി ഇനമായ ഷാർലൈസ് പശുക്കളെ. വലിയ ശരീരവും വെളുത്ത നിറവും നല്ല മാംസളമായ ശരീരവുമുള്ള പശുക്കളാണ് ഷാർലൈസ് പശുക്കൾ. ഷാർലൈസ് ഇനത്തിൻ്റെ ജന്മദേശം ഫ്രാൻസ് ആണ്. ഫ്രാൻസിലെ ഷാർലൈസ് ഷറോളസ് എന്നീ പ്രദേശങ്ങളിലാണ് ഈ ഇനം വികസിച്ചു വന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ഷാർലൈസ് എന്ന പേരും വന്നു. ഈ ഇനം നൂറ്റാണ്ടുകളായി ഫ്രാൻസ് വളർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ബീഫ് ക്യാറ്റിലാണ്. അതായത് പ്രധാനമായും മാംസോൽപാദനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന പശുക്കൾ. ഷാർലൈസ് പശുക്കളുടെ പ്രത്യേകത അവയുടെ വലിയ ശരീരവും മികച്ച മസ്കുലർ ഡെവലപ്മെൻറ്റുമാണ്. ജനിക്കുമ്പോൾ നമ്മളുടെ സാധാരണ പശുക്കുട്ടിയെ പോലെ 35 മുതൽ 50 കിലോ ഭാരമുള്ള ഒരു പശുക്കുട്ടി 1 വയസ്സാവുമ്പോഴേക്കും 400 മുതൽ 500 കിലോ ഭാരത്തിലേക്ക് എത്തുന്നു എന്നതാണ് ഇവയുടെ പ്രത്യേകത. പ്രായപൂർത്തിയാകുന്ന ഒരു ഷാർലൈസ് പശു 700 മുതൽ 900 കിലോ ഭാരത്തിലേക്ക് എത്തുമ്പോൾ കാളയാകട്ടെ 1000-നും 1200 കിലോയോളം ഭാരത്തിലേക്ക് എത്തുന്നു എന്നതാണ് ഇവയുടെ പ്രത്യേകത. എന്നാൽ ചില കാളകൾ 1200-നും മുകളിൽ ഭാരത്തിലേക്ക് എത്തുന്നതും കാണാൻ സാധിക്കുന്നുണ്ട്. സാധാരണയായി വെള്ളയോ ക്രീം നിറത്തോടടുത്തോ ആയിരിക്കും ഇവയുടെ ശരീരം. മൂക്കിനാകട്ടെ ഇളം തവിട്ട് നിറമായിരിക്കും ഉണ്ടാകാറ്. പിന്നീട് ഷാർലൈസ് ഇനം ഫ്രാൻസിന് പുറത്തേക്കും വ്യാപിച്ചു. ഇന്ന് യൂറോപ്പിലെ പ്രധാന ബീഫ് ക്യാറ്റിൽ ഇനത്തിൽ ഒന്നാണ് നമ്മുടെ ഷാർലൈസ് ഇനം. ഷാർലൈസ് ഇനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്ന് വളർച്ചാ നിരക്കും ശരീരഭാരം വെക്കും എന്നതുമാണ്. നല്ല രീതിയിൽ പരിപാലിച്ചാൽ വളരെ നല്ല ബോഡി വെയ്റ്റിലേക്ക് എത്തുവാൻ ഇവർക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ പല കന്നുകാലി ഇനങ്ങളുടെ ക്രോസ് ബ്രീഡിങ്ങിനും ഷാർലൈസിൻ്റെ ജനിതക ശേഷി ഉപയോഗിച്ചിട്ടുണ്ട് എന്നതാണ് മറ്റൊരു കാര്യം. പ്രത്യേകിച്ച് നല്ല മസ്കുലർ ബോഡിയും ഗ്രോത്തും ലഭിക്കാനായി ഇവരുടെ ജെനറ്റിക്സ് ഉപയോഗിക്കുന്നു. എന്നാൽ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഷാർലൈസ് ഒരു ഡയറി ബ്രീഡല്ല. അതുകൊണ്ട് തന്നെ പാലിനേക്കാൾ ഉപരി മീറ്റ് പർപ്പസിന് വേണ്ടിയാണ് ഇവരെ കൂടുതലായും ഉപയോഗിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഫ്രാൻസിലെ ഒരു ചെറിയ പ്രദേശത്ത് ജനിച്ച ഇവർ ലോകത്തിലെ പ്രധാന ബീഫ് ക്യാറ്റിൽ ബ്രീഡായി മാറുവാൻ ഇന്ന് സാധിച്ചിട്ടുണ്ട്. വലിയ ശരീരം, നല്ല മസ്കുലർ ഡെവലപ്മെൻറ്റ്, വേഗത്തിലുള്ള വളർച്ച, ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഷാർലൈസിൻ്റെ പ്രധാന പ്രത്യേകതകൾ. ഇനിയും മറ്റൊരു ഇനവും അതിൻ്റെ പ്രത്യേകതയുമായി വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.